ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് വർക്ക് കണ്ടല്ലോ. അപ്പോൾ വായോ. ഇന്ന് കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കിലേക്ക് കിടക്കാം. എല്ലാ കേക്കും നമ്മൾ ക്രം കോട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ കേക്കിൻ്റെയും ഡെക്കറേഷനിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് ഫസ്റ്റിൽ തന്നെ ഒരു 1.5 kg വരുന്ന റെക്റ്റാങ്കിളിൽ ചെയ്ത ഒരു കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ട്രഫിളിൻ്റെ കേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഇതിൽ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മളെ സ്ഥിരം റെഗുലർ കസ്റ്റമറാണ് ആൾ. കളറ് ജസ്റ്റ് പറഞ്ഞത് ചെറുതായിട്ടൊന്ന് കൂടിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യാനാ, ഞാൻ അവരോട് പറയാൻ വിട്ടുപോയി. ഇന്ന് നല്ലോണം അത്യാവശ്യം നല്ല കളറാവും കേട്ടോ എന്നുള്ളത് കാര്യം പറയാൻ വിട്ടുപോയി. പിന്നെ ഒന്നും ചെയ്യാനില്ല. അവർ പറഞ്ഞ കളറ് മെറൂണായിരുന്നു. അപ്പോൾ നമ്മൾ കളറ് ആഡ് ചെയ്യുമ്പം ഇനിയുള്ള കസ്റ്റമർ ഒന്ന് ശ്രദ്ധിക്കുക. കളറിനി നമ്മൾ എന്താ പറയുക, ഡാർക്ക് കളേഴ്സൊക്കെ പറയുന്ന ടൈമിൽ നമുക്കത് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല പോലെ കളേഴ്സ് ആഡ് ചെയ്യണം ക്രീമിലേക്ക്. അപ്പോൾ ഈ കളേഴ്സ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ക്രീമിന് ബിറ്റർ ടേസ്റ്റ് വരാം. പിന്നെയെന്ന് പറയാനത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെയെന്ന് പറയാൻ കയ്യിലും വായിലും എല്ലാം ആ ഒരു കളേഴ്സ് ആവും. അത് പോകാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ അത് അത്ര എഡിബിൾ ആണെങ്കിൽ കൂടെ തന്നെയും ഈ ഒരു കളേഴ്സ് എന്ന് പറയുന്ന അത്ര നല്ല ഇതല്ല. അപ്പോൾ ഇത് ഞാൻ അവരോട് പറയാൻ എന്നോട് വിട്ടുപോയി. അവർ കളറ് പറഞ്ഞപ്പം ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കളറ് വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെക്റ്റാങ്കിളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1.5 kg ആണ്. അപ്പോൾ കുറച്ച് ഫോക്സ് ബോളും പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സും വെച്ചിട്ട് റൈറ്റിങ്ങും കൊടുത്തു. പിന്നെ ഒരു മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പോയിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറിയൊരു ക്യാൻഡിലും കൂടെ വെച്ച് കേക്കിൻ്റെ ലുക്ക് ഫൈനൽ ചെയ്തു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കേക്ക്, ആ ഒരാൾക്ക് 2 കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ അറിയില്ല, മുറിക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ടായിരിക്കാം എന്തോ. അപ്പോൾ ആൾക്ക് 2 കേക്ക് വേണമെന്ന് പറഞ്ഞു. നമ്മളെ റെഗുലർ കസ്റ്റമർ തന്നെയാണ്. അവർ ഹാഫ് ആക്കിയിട്ട് അങ്ങനെ 2 കേക്ക് ആക്കിയിട്ട് സെറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. 2 കേക്കും 2 ഫ്ലേവറിലായിരുന്നു, 2 ഷേപ്പിലായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് നമ്മളൊരു 1/2 kg ചോക്ലേറ്റ് ട്രഫിളായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഡിസൈനിൽ തന്നെ സെറ്റാക്കി എടുത്തു, ഒതൻറ്റിക് ഡിസൈൻ. ഇനി നമുക്ക് റെഡ് വെൽവെറ്റാണ് ഡിസൈൻ ചെയ്യാനുള്ളത്. അതും നമ്മളുടെ ഈ ഒരു റെഡ് ക്രംസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. റെഡ് വെൽവെറ്റ് പൊതുവേ അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ ആ ഒരു 4 സൈഡിലും ഈ ഒരു ജസ്റ്റ് ഈ ഒരു ക്രംസ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒരു ബോർഡർ പോലെ കൊടുത്തു. എന്നിട്ട് മുകളിലായിട്ട് നമ്മൾ ചെറുങ്ങനെ ആ ഒരു ഇതിൽ തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് ഷുഗർ ബോൾസ്, ബീഡ്സ് എന്നൊക്കെ പറയും, അതും കൂടി ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു ലുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ രണ്ടും നമ്മൾ എന്ത് ചെയ്തു, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേത് നമ്മൾ ആ ഒരു മെൽറ്റ് ചെയ്ത് വെച്ചതായതുകൊണ്ട് അത് അപ്പം തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ ഈ ഒരു കേക്കിലെത്തി ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീമാണല്ലോ, അപ്പോൾ പിന്നെ റൈറ്റിങ് വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മളതിൽ അവർ പറഞ്ഞ റൈറ്റിങ്ങും കൂടെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തു. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാക്കി സെറ്റാക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് മറ്റേ കേക്ക്, അത് ഫ്രിഡ്ജിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ റൈറ്റിങ് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ കേക്കിൽ, ഈ ഡ്രിപ്പിംഗ് വരുന്ന കേക്കിൽ അത്യാവശ്യം അത് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം മാത്രമേ റൈറ്റിങ് കൊടുക്കാവൂ. അങ്ങനെ കൊടുക്കുമ്പോഴേ ആ റൈറ്റിങ് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ റൈറ്റിങ് ജസ്റ്റ് ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ട് നിൽക്കും. റൈറ്റിങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡായിട്ട് അങ്ങ് പോകും. ഓക്കെ, അത് നമ്മൾ അതിലും ജസ്റ്റ് ആ ഒരു റൈറ്റിങ് കൊടുത്തു. ഒരു വൈറ്റിൽ, ബ്ലാക്കിൽ വരുമ്പം വൈറ്റിലാണ് കുറച്ചുകൂടെ ലുക്ക് ഉണ്ടാവുക. അങ്ങനെ അതും കുറച്ച് കുട്ടി കുട്ടി ഹാർട്ട്സും കൂടെ വെച്ച് അതിൻ്റെ ലുക്കും കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഈ ഒരു വർക്ക് കൊടുക്കാനുള്ള വർക്ക് ഏകദേശം സെറ്റാക്കിയെടുത്തു. ഇനി നമുക്കുള്ളത് പിന്നെയുള്ളൊരു വർക്ക് എന്ന് പറയുന്നത്, ഇതും ഒരു വീട്ടിലേക്ക് തന്നെ വേണ്ടിയിട്ട് 2 പരിപാടീസ് ഉണ്ടായിരുന്നു, ഒരു ബർത്ത്ഡേയും ഒരു ആനിവേഴ്സറിയും. അങ്ങനെ നമ്മൾ അതിൽ 2 കേക്കാക്കിയിട്ട് സെറ്റ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് വരുന്നത് 1/2 kg
റെഡ് വെൽവെറ്റും 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേതാണ് 1/2 kg റെഡ് വെൽവെറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ഇത് എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിയത്തില്ല. ഒന്നാമത് ഏത് കേക്കാണ് റെഡ് വെൽവെറ്റ് ചെയ്തതെന്ന് വിട്ടുപോയിടോ. അതുകൊണ്ട് അപ്പം ഇതിൽ നമ്മൾ കുറച്ച് കുറച്ച് കുട്ടി കുട്ടി ഫ്ലവേഴ്സ് വെച്ചു, ചെറിയൊരു പ്രിൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ടോപ്പർ. ദെൻ അവർ പറഞ്ഞ റൈറ്റിംഗ് കൂടി കൊടുത്തു. ദെൻ കുറച്ച് സ്മോൾ ഷുഗർ ബോൾസും കൂടെ വെച്ചിട്ട് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. ഇനി അവരുടെ ആനിവേഴ്സറിക്ക്, അവരുടെ പാരൻസിൻ്റെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും സെയിം നമ്മൾ ഈ ഒരു റൈറ്റിങ്ങും ദെൻ ആ ഒരു ചെറിയൊരു ടോപ്പറും വെച്ചിട്ട് സെറ്റാക്കി എടുത്തു. അവർ പറഞ്ഞ റൈറ്റിംഗ് കൂടെ കൊടുത്തു. അങ്ങനെ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് ഏതാണെന്നുള്ളത് ഏകദേശം കണ്ടുപിടിച്ചു ഗൈസ്. ഇതായിരുന്നു കേട്ടോ റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പം ഇതിൽ നമ്മൾ സൈഡിലായിട്ട് ഒരു കുട്ടി കുട്ടി ഹാർട്ട്സ് വെച്ച് കൊടുത്തു. ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ റെഡ് വെൽവെറ്റിൻ്റെ ക്രംസ് ഇല്ലേ, അത് ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ വർക്കും ഏകദേശം ഒന്ന് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു ഡെക്കറേഷനാണ്. അപ്പം ആ ഒരു കേക്കിൻ്റെ ഒരു സൈഡിലും നമ്മൾ ആ ഒരു ചെറിയൊരു ക്രംസിൻ്റെ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ഈ റെഡ് വെൽവെറ്റിലൊക്കെ അത്യാവശ്യം നല്ലോണം കവർ ചെയ്തിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ക്രംസ് ഇടുക. പക്ഷെ അതെനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല, എന്തോ. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് സെറ്റാക്കി കൊടുത്തു. ഇനി നമുക്ക് ഉള്ളത് ഒരു കുഞ്ഞ് കേക്കാണ്. ഒരു 250 ഗ്രാം വരുന്ന തണ്ടർ കോക്കനട്ടിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ റെഗുലർ കസ്റ്റമർ തന്നെയാണ്. ആളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മ അവിടെ ചെറിയ കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയ കേക്കിൽ സെറ്റാക്കി എടുത്തതാണ്. നമ്മൾ കുറച്ച് റാഫലോയും കൂടെ ഒന്ന് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തു. അവർ പറഞ്ഞ റൈറ്റിംഗ് കൂടി കൊടുത്തു. ഈ റൈറ്റിംഗ് എങ്ങനെയോ ശരിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ടൈമിൽ അങ്ങനെയാണ്, ചില ടൈമിൽ ഒരുമാതിരി വൃത്തികെട്ട റൈറ്റിംഗ് ആയിരിക്കും, ചില ടൈമിൽ അതിനനുസരിച്ച് അത് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സും കൂടെ വെച്ചിട്ട് ആ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തു. പിന്നെയുള്ള ഓർഡർ നമുക്ക് ഫസ്റ്റ് കസ്റ്റമറാണ്. റെക്കമെൻഡേഷൻ ത്രൂ വന്നൊരു ഓർഡറായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് കേക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഡിസൈൻ, ആ ഒരു നമ്മളുടെ സ്പൈഡർമാൻ അത് പ്രിൻ്റിൽ വെച്ചത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ എന്തായിരിക്കും എന്ന് ഞാൻ കുറേ ആലോചിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഒന്നാമത് ഈ പ്രിൻറ്റഡ് കേക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഇതൊന്നാമത് ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് ആ ഒരു സ്പൈഡർമാനെ നമ്മൾ അവിടെ സ്ഥാപിച്ചു. വേറെ എവിടെയും വെക്കാനുള്ളൊരു സ്കോപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്ത് അവർ പറഞ്ഞ റൈറ്റിംഗ് കൂടി കൊടുത്തു. പിന്നെ നമ്മൾ സൈഡിൽ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് അല്ല മിൽക്ക് ചോക്ലേറ്റ് ആണ്, അതും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തതാണ്. എന്തായിരിക്കുമല്ലേ, എന്നാലും കസ്റ്റമർക്ക് അത് ഇഷ്ടമാവാതിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്കിനി അടുത്ത കേക്കിൽ സെറ്റാക്കി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അവരൊക്കെയൊക്കെ പറഞ്ഞ് സെറ്റായി. അപ്പം കേക്കിൻ്റെ വർക്ക് ഏകദേശം ഇതിൽ നമ്മൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഇതും കൂടെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു സെറ്റായിട്ട് വരുമല്ലോ, ആ ഒരു ടൈമിലാണ് നമ്മൾ കേക്കിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അത് തീരുമാനമാക്കി എടുത്തു കേട്ടോ. പിന്നെയുള്ള ഒരു നെക്സ്റ്റ് കേക്ക്, ഈ ഒരു കേക്ക് ആള് നല്ലപോലെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. 2 കേക്കായിരുന്നു നമ്മളോട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിങ്കിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിങ്ക് ആൻഡ് ബ്ലൂ തീമിലായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആള് നമുക്ക് സ്കെച്ചൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ സ്കെച്ച് നമുക്ക് ചെയ്തു തരുന്നത് കുറച്ച് ആളുകൾ ആണ് കേട്ടോ. അവർക്ക് അവരുടെ കേക്ക് നമ്മൾ ഡ്രസ്സ് കാര്യങ്ങൾ വരെ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ കേക്കിൽ അവർക്ക് കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പം പല ടൈപ്പ് കസ്റ്റമൈസേഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് സ്കെച്ച് ടൈപ്പ് കസ്റ്റമൈസേഷനാണ് കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ അവരെ ഒരു റിക്വയർമെൻറ്റ്സ് പ്രകാരം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഫോണ്ടൻ ഫ്ലവേഴ്സും പിന്നെ അവർ പറഞ്ഞ റൈറ്റിങ്ങും പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കേക്കിൻ്റെ ഒരു ബേസ്ഡ് ആക്കിയിട്ട് കുറച്ച് ബട്ടർഫ്ലൈസും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഫസ്റ്റ് കേക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളൊരു കേക്കാണ്. കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 1.5 kg വരുന്ന ഒരു നട്ടി ബബിൾ ആയിരുന്നു കേട്ടോ. മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്തത് ഫസ്റ്റത്തെ ഈ ഒരു കേക്ക് അവരെ പാരൻറ്റിങ്ങിന് 1 year ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബേസ്ഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു കേക്കാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നുള്ളൊരു കേക്ക് നമ്മളെ മെയിൻ കേക്കാണ്, ബർത്ത്ഡേ കേക്ക് 1.5 kg തന്നെയാണ്. എഗ്ലെസ് ആണ് കേട്ടോ. അപ്പം ആൾ വാവ ജസ്റ്റ് അങ്ങനെ എഗ്ഗ് ഉള്ളത് കഴിക്കാത്തത് കൊണ്ടാണ് നമ്മളോട് ജസ്റ്റ് എഗ്ലെസ്സിൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1.5 ഇല്ല 1 kg എഗ്ലെസ് ആയിട്ട് നമ്മൾ തെണ്ടർ കോക്കനട്ട് ഫ്ലേവറിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആൾക്ക് പൂച്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ഈ ഒരു തീമൊന്ന് സെറ്റാക്കി കാണിച്ചു കൊടുത്തപ്പം അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് ബട്ടർഫ്ലൈസ്, ഒരു ക്യാറ്റ്, ദെൻ കുറച്ച് ഫോക്സ് ബോള്, ദെൻ ഷുഗർ ബോൾസ്, പിന്നെ നമ്മളുടെ ടോപ്പർ. ഈ ഒരു ടോപ്പറിനെ വെയിറ്റ് ചെയ്ത് നിന്നൊരു കേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പൊതുവേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്കായിട്ടുള്ള കുറച്ച് മീൻസ് കേക്ക് ഐറ്റംസ് മെറ്റീരിയൽസൊക്കെ എനിക്ക് ലൈക്കായിട്ടുണ്ടെങ്കിൽ ഞാനത് വാങ്ങി വെക്കും കേട്ടോ. നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഒരു തീമിൽ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പറാണെങ്കിൽ ടോപ്പർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയലാണെങ്കിൽ അത് നമുക്ക് അതിലേക്ക് സെറ്റാക്കി വെക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് എൻ്റെ കൂടെ ഉള്ളൊരു ടോപ്പറായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിനാണ് ഈ ഒരു ഓർഡർ വന്നതുകൊണ്ട് ആ ടോപ്പർ ആ ഓർഡറിൻ്റെ കൂടെ അങ്ങ് പോയി. എന്തോ എനിക്ക് ആ ടോപ്പർ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റാക്കി, നമുക്കിനി കുറച്ച് ഡെലിവറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും സെറ്റാക്കി എടുത്തു, പാക്ക് ചെയ്ത് എല്ലാം ഡെലിവറി എല്ലാം ചെയ്തു. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതൊക്കെയായിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, എനി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ദെൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ശരി, പാക്കലാം.